പ്രൈസ് ദ ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവം ശമൂവേലിനെ ഇശായിയുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഇശായിക്ക് യോഗ്യർ എന്ന് തോന്നിയ തൻ്റെ മക്കളെയൊക്കെയും അവൻ ശമൂവേലിൻ്റെ മുൻപിൽ നിർത്തുകയാണ്. എന്നാൽ ആ സമയത്ത് ദൈവം ശമൂവേലിനോട് പറയുന്നു, ഇതൊന്നുമല്ല, നീ അവൻ്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കണ്ട, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, ഞാൻ ഹൃദയത്തെ നോക്കുന്നൊരു ദൈവമാണ്, ഇവരൊന്നുമല്ല എന്ന് ശമൂവേലിനോട് ദൈവം പറയുന്നതായിട്ട് ഇവിടെ തിരുവചനം പറയുന്നു. എന്നാൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലായിരുന്ന ദാവീദിനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം അവനെ ഇസ്രായേലിലെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ തൻ്റെ ജ്യേഷ്ഠന്മാരെ കുറിച്ച് നോക്കുമ്പോൾ ദാവീദിനേക്കാളെ എന്തുകൊണ്ടും കായിക ബലം കൊണ്ടും കായിക അഭ്യാസം കൊണ്ടും ശാരീരിക ക്ഷമത കൊണ്ടുമൊക്കെ യോഗ്യരായ ഒരു കൂട്ടം തൻ്റെ സഹോദരന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം ദാവീദിന്റെ ഹൃദയത്തെ കണ്ടിട്ട് ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, മനുഷ്യർ നമ്മളെ പലപ്പോഴും മാറ്റി നിർത്തിയെന്നിരിക്കാം. പല സ്ഥാനങ്ങളിൽ നിന്ന് പലതും ചെയ്യുവാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില മനുഷ്യരൊക്കെ നമ്മെ മാറ്റി നിർത്തിയെന്നിരിക്കാം. എന്നാൽ ലോകത്തിൽ നമ്മൾ അപമാനപ്പെട്ട് മാറി നിന്നിരിക്കാം. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരം നമുക്കായി ഇറങ്ങി വരുമെന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല. കാരണം ദൈവം നമ്മുടെ ശാരീരികമായ ക്ഷമതയോ ഒന്നുമല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് നീ അതിന് തയ്യാറാണോ, നീ അതിന് പൂർണ്ണമായി സമർപ്പിക്കുന്നുവോ എന്നുള്ള നിന്റെ ഹൃദയത്തെയാണ് ദൈവം കാണുന്നത്. പൂർണ്ണമായ ഒരു സമർപ്പണം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ലോകം നിന്നെ മാറ്റി നിർത്തിയെന്നിരിക്കാം, നിനക്ക് പഠിപ്പില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെന്നിരിക്കാം, നിനക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയെന്നിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ നിനക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ലഭിക്കേണ്ട ചില നന്മകളിൽ നിന്ന്, ചില അനുഗ്രഹങ്ങളിൽ നിന്ന്, ചില പൊസിഷനുകളിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയെന്നിരിക്കാം. എന്നാൽ നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് നീ മറന്നു പോകരുത്. ഈ തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നിന്റെ പുറമേയുള്ള യോഗ്യതയല്ല നോക്കുന്നത്, ദൈവം നിന്റെ അകമേയുള്ള യോഗ്യതയെ നോക്കുന്നു. നിന്റെ വിശുദ്ധിയെ ദൈവം നോക്കുന്നു, നിന്റെ സത്യസന്ധതയെ ദൈവം നോക്കുന്നു, നിന്റെ സമർപ്പണത്തെ ദൈവം നോക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ലോകർ നിന്നെ മാറ്റി നിർത്തിയെന്ന് വിചാരിച്ച് നീ ദുഃഖിച്ചിരിക്കരുത്, നീ വിഷമിച്ചിരിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ യഥാർത്ഥമായി സമർപ്പണത്തോടും കൂടെ ജീവിത വിശുദ്ധിയോടും കൂടെ ആയിരിക്കുന്നുവെങ്കിൽ നീ ആഗ്രഹിക്കുന്ന തരത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. അത് മാത്രമല്ല, നീ അറിയ പോലും ചെയ്യാത്ത ചില നന്മകളെ നിന്റെ കരങ്ങളിൽ നൽകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണെന്ന് നീ ഒരിക്കലും മറന്നു പോകരുത്. ദാവീദ് അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരു ഇടയ ചെറുക്കനായി ജീവിച്ചെൻ്റെ ജീവിതം അവസാനിച്ചു പോകുമെന്ന് ചിലപ്പോൾ ദാവീദ് ചിന്തിച്ചെന്നിരിക്കാം. എന്നാൽ ഇസ്രായേലിന്റെ രാജാവായി വാഴുവാൻ തക്കവണ്ണം ദൈവം അവനെ കണ്ടിരുന്നതായി നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ കാണുന്നത് നിങ്ങളെ കാണുന്നത് പോലെയല്ല. ദൈവം നിങ്ങളെ കാണുന്നത് നിങ്ങളെ കാണുന്നത് പോലെയല്ല എന്ന് ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ, ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു ആൾ.